കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സായ ഒരു കുട്ടിയെ ചീന്തിയ ഒരുത്തൻ, അവൻ്റെ ന്യൂസ് ഒന്ന് കേൾക്കാം. അംഗനവാടിയിൽ 3.5 വയസ്സുകാരിക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം നടത്തിയ പ്രതി കാശിനാഥ് കുറ്റം സമ്മതിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. പ്രതിയുടെ അമ്മയെയും വിശദമായി ചോദ്യം ചെയ്യും. ലൈംഗികാതിക്രമത്തെക്കുറിച്ച് അംഗനവാടിയുടെ ടീച്ചറായ അമ്മയ്ക്ക് അംഗനവാടി ടീച്ചറായിരുന്ന അമ്മ ടീച്ചർ ആയതുകൊണ്ട് ആ അംഗൻവാടിയിൽ തുടരെ ഇങ്ങനെ മകൻ വന്നുകൊണ്ടേയിരുന്നു. ആരെങ്കിലും വെളിയിൽ നിന്ന് ഒരാളെ അങ്ങനെ കയറ്റോ? കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്ഥലമല്ലേ, അങ്ങോട്ട് എന്തിന് ആളിനെ കടത്തി വിട്ടു? അതൊരു ചോദ്യമാണ്. എന്തിനാണ് വെളിയിൽ നിന്ന് ആളിനെ അങ്ങോട്ട് കയറ്റി വിട്ടത്? അപ്പം ഈ കുട്ടിയെ നിരന്തരം ഇങ്ങനെയായിരുന്നു. ഈ അംഗനവാടി ടീച്ചറിൻ്റെ മകനായ കാശിനാഥ് യവൻ സ്ഥിരം ദിവസവും അവിടെ വന്നു പോകുമായിരുന്നു. അറിവുണ്ടായിരുന്നോ എന്നറിയാനാണ് ചോദ്യം ചെയ്യൽ. എസ് രാഗിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. രാഗിൻ, ഇന്നലെ തന്നെ സർക്കാരിന് കീഴിലുള്ള ഒരു അംഗനവാടിയിൽ എങ്ങനെയാണ് പുറത്തു നിന്ന് ഒരാളെ എത്തി ഇങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചത് എന്ന സംശയമുണ്ടായിരുന്നു. ഇപ്പോഴാണത് അമ്മയാണ് അവിടുത്തെ ടീച്ചർ. അമ്മേരെ പറ്റും പറഞ്ഞ് മകൻ കയറി ഇറങ്ങി. അതിനെ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അതിന് അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അത് കുഞ്ഞല്ലേ, അമ്മമാരെയൊക്കെ എന്ത് ചെയ്യാൻ? അവന് 20 വയസ്സുണ്ട്. പോണ പോക്ക് കണ്ടില്ലേ? അവനെ അറസ്റ്റ് ചെയ്ത്. ഈ പ്രതിയുടെ അമ്മയാണെന്നൊക്കെ അറിയുന്നത്. പോലീസ് ഏത് ദിശയിലാണ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്? പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും ഇയാൾക്ക് കുറ്റം ചെയ്യാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതാണോ? ശ്രീജ, അത്യന്തം ഗുരുതരവും സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇതേ തുടർന്ന് ഈ പ്രതിയെ പോക്സോ കേസ് എളമക്കര പോലീസ് എടുക്കുകയും പ്രതി കാശിനാഥിനെ പിടികൂടുകയും ചെയ്തിരുന്നു. 3.5 വയസ്സുകാരിക്കാണ് അംഗനവാടിയിൽ ലൈംഗികാതിക്രമം നേരിട്ടത്. ഇപ്പോൾ പോലീസ് സംഘം വ്യക്തമാക്കുന്നത് പ്രതി കൺഫസ് ചെയ്തിട്ടുണ്ട്, കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇവ ഒളിവിൽ പോയി. അതിനിടയ്ക്ക് ഈ കുട്ടിയെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച് ഈ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അതിന് പല ഭാഗത്തും അതിന് വേദനയോ അങ്ങനെയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് അത് അതിന് എങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ, കുഞ്ഞു കുട്ടിയല്ലേ. അപ്പോഴേ ഇതിന് ശേഷം യവൻ ഇത് അറിഞ്ഞുകൊണ്ട് യവൻ ഒളിവിൽ പോയി ഏതോ കൂട്ടുകാരനോ കണ്ടെയൊക്കെ സംരക്ഷിച്ചു വെച്ചിരുന്നു. അങ്ങനെയാണ് പോലീസിന് അവൻ അവിടെ ഉണ്ടെന്നുള്ള സൂചന കിട്ടിയാണ് അവനെ അറസ്റ്റ് ചെയ്തത് എന്നതാണ്. ഇതോടൊപ്പം തന്നെ പ്രതിയുടെ അമ്മ ആയിട്ടുള്ള അംഗനവാടി ടീച്ചറെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇവർക്ക് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച്, ഈ ലൈംഗികാതിക്രമം മകൻ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അറിവുണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും അറിയാം മകൻ ഇങ്ങനെ ചെയ്യണത്. അമ്മ ചേർന്ന് നിന്നുകൊണ്ടാണ് മകൻ ഇത് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഈ അമ്മ പൂർണ്ണമായിട്ടും മകന് ഒത്താശ നിന്നിട്ടായിരിക്കും ഇത് ചെയ്തത്. പിന്നെ ഈ ഒരു കുട്ടിക്ക് മാത്രമായിരിക്കില്ല, മറ്റുള്ള കുട്ടികൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കുട്ടി മാത്രമൊന്നും ആയിരിക്കില്ല. ആ സ്ത്രീയെ ആദ്യം പിടിച്ച് കൊണ്ടുപോകണം. ആ സ്ത്രീയെ കൂടെ അറസ്റ്റ് ചെയ്യണം. ജനങ്ങളെ മുന്നിൽ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണത് ജനങ്ങൾ കാണണം. ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സ്ത്രീ. അപ്പം അവരെ മനസ്സ് എങ്ങനെയാണ്? അവരെ മനസ്സ് എന്ത് ചിന്താഗതിയാണ് അവർ? ഈ ഒരു മകനെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ട് സ്ത്രീയെ. നേരത്തെ പ്രാഥമിക വിവരശേഖരണത്തിൽ അത്തരത്തിൽ തനിക്ക് അറിവില്ല എന്ന തരത്തിലുള്ള മറുപടികളാണ് നൽകിയിരുന്നതായി ബോധ്യമാകുന്നത്. പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് പോലീസ് സംഘം. ടീച്ചർ മാത്രമല്ല, അവിടുത്തെ ആയയൊക്കെ കാണുമല്ലോ, കഞ്ഞിയപ്പം അറിയള്, എല്ലാത്തിനും കുഴപ്പമാണ്. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അംഗൻവാടിയിലായിരുന്നാലും അവിടെ CCTV ക്യാമറ വെക്കണം. ഈ കുട്ടികൾക്ക് നേരെ എന്താണ് ഇവന്മാർ ചെയ്യണത്, വെളിയിൽ നാൾ കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അറിയാം. CCTV വെക്കണം അവിടെ. CCTV ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഒരു കളിയും നടക്കൂലായിരുന്നു. വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രതി സ്ഥിരമായി ഈ അംഗനവാടിയിൽ എത്തിയിരുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം മന്ത്രിയടക്കം ഇടപെട്ട് ഈ അംഗനവാടി ടീച്ചർ, അതായത് വർക്കറെ സർവീസിൽ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അംഗനവാടിയിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് അപ്പുറം ആളുകളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല. പക്ഷേ അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ നടപടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെ അവിടെ നിന്ന് പിരിച്ചുവിട്ടിട്ട് എന്ത് കിട്ടാൻ? പിരിച്ചുവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോണത്? അവൻ്റെ അമ്മയെ കൂടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. അവൻ്റെ അമ്മയും അവിടുത്തെ ആയേയും കീയൊക്കെയാണ് അത് ചെയ്യിച്ചിട്ടുള്ളത്. അവിടെ ഉള്ളവരെ എല്ലാവരെയും പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം. അവരൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദി. ഈ ചെറുക്കനെ എന്തിന് അതിനകത്തോട്ട് കയറ്റി? വെളിയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ എന്തിന് കയറ്റണം? അത് എൻ്റെ അമ്മ അവിടെ ടീച്ചറായിട്ടിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മോൻ സ്വാതന്ത്ര്യമായിട്ട് കയറി വന്ന് കുട്ടിയെ മടിയിലിരുത്തും.
മടിയിലിരുത്തി എന്നാണ് അറിവ്. എന്നിട്ട് അതിനെ ഉപദ്രവിച്ചു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. എങ്ങനെ ഇയാൾ ഇവിടെ ഇങ്ങനെ എത്തി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലടക്കം വിശദമായിട്ടുള്ള പരിശോധനയും അന്വേഷണവും ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. ഇതോടൊപ്പം ഇയാളെ ചിലർ അവിടെ വിലക്കി, അവിടെ വരരുത് എന്ന് പറഞ്ഞ് വിലക്കിയതായും ചില വിവരങ്ങളുണ്ട്. അപ്പൊ ഇവന്റെ സ്വഭാവം വെറും മോശമായത് കൊണ്ടാണ് പലരും അവിടെ വരരുതെന്ന് വിലക്കിയിട്ട് ഇവൻ വീണ്ടും അവിടെ ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടേയിരുന്നു. അപ്പം അവൻ്റെ മനസ്സിലെ ഉദ്ദേശം ഇതൊക്കെയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് മാത്രമല്ല, അവിടെയുള്ള പല പെൺകുട്ടികൾക്കും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. എന്തായാലും അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കോടതിയിൽ നിന്ന് ഹാജരാക്കും എന്നതാണ്, ഈ പ്രതി കാശിനാഥനെ ഹാജരാക്കുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം കാശിനാഥൻ നല്ല പേരൊക്കെയാണ് അടിച്ച് പൊളിച്ചിട്ടിരിക്കുന്നത്. കാശിനാഥൻ എന്നിട്ട് കാണിക്കണത് കാശിന് കൊള്ളാത്ത പ്രവൃത്തിയാണ് കാണിക്കണത്. ഒരു കാശിനും കൊള്ളൂലടാ നിന്നെ കൊണ്ട്. നീ അവിടെ കിടന്നോ, നീ ജയിലഴികൾ കിടന്നു. കോതമ്പുണ്ടാക്കിയെങ്കിൽ കൊള്ളായിരുന്നു ജയിലിൽ. ചുമ്മാ അല്ലേ യവന്മാരിങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ കാണിച്ചിട്ട് യവന്മാർക്ക് ജയിലിൽ പോകണമെന്നും പറഞ്ഞ് ഒറ്റ വാശി പിടിക്കണത്. മട്ടൻ ബിരിയാണിയൊക്കെയാണ് കൊടുക്കണത്. അതുകൊണ്ടാണ് നല്ല കൂലിയുണ്ട്. 800-850 ആയി ഒരു ദിവസ കൂലി. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് നല്ല ശമ്പളം എണ്ണിക്കൊടുത്ത് അതും മേടിച്ചുകൊണ്ടാണ് തിരിച്ചിറങ്ങണത്. നല്ല പണിയാണ്. ചുമ്മയാണ് ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ കൂടുന്നത്. ഇതുകൊണ്ടാണ് കൂടുന്നത്. ഹെൽപ്പറിനെ അടക്കം സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും. കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇതിൽ മന്ത്രിയടക്കം ഇടപെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അംഗനവാടിയിലെത്തി അതിന്റെ പരിശോധനയൊക്കെ തന്നെ ആ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തും. എൻ്റെ പൊന്നു മന്ത്രി, ഇതിനൊക്കെ ഒരു നല്ല ഒരു അന്വേഷണം വേണം. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ രീതിക്ക് മുന്നോട്ട് പോകണം. ഇത് ഒരു ശിക്ഷയും ഇല്ല. അതുകൊണ്ടാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ട് വരണത്. കേട്ട് മടുത്തു. കുട്ടികളെ അങ്ങനെ ചെയ്തു, സ്ത്രീകളെ എങ്ങനെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ദിവസം കേൾക്കണത് ഇങ്ങനെയൊക്കെ ഉള്ള വാർത്തകളാണ്. കുഞ്ഞു കുട്ടികളല്ലേ, അതിനെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയ ഇതെവിടെ ചെന്ന് അവസാനിക്കും? വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറോടാണ് വിശദമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. മുൻപ് പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത് സംബന്ധിച്ചുള്ള നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും അത്യന്തം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യന്തം ഗൗരവതരമായിട്ട് ഇരിക്കണ കണ്ടില്ലേ അവൻ കള്ളന്റെ ലക്ഷണത്തില്. 20 വയസ്സായില്ലേടാ, നിനക്ക് വല്ല ജോലിക്കാ പൊയ്ക്കൂടേടാ. അമ്മച്ചിയാണ് നിന്നെ കൊണ്ടിത് ചെയ്യിച്ചത്. അമ്മ അറിയാതെ അത് ചെയ്യൂലല്ലോ. ഒരു സ്ഥാപനത്തിൽ, ഒരു അംഗൻവാടിയിൽ ടീച്ചറായിട്ട് കുട്ടികൾക്ക് തറാപറ പറഞ്ഞു കൊടുക്കണ ഒരു ജോലിയാണ് ആ സ്ത്രീക്ക്. അപ്പം അവിടെ വന്നിരുന്നും കൊണ്ടുപോയി എൻ്റെ അമ്മ പഠിപ്പിക്കണം. ഇങ്ങനെയുള്ളവന്മാരെ അടിച്ച് നാട് കടത്തണം. ഈ മുതുക്കന്മാരെ കണ്ടാണ് ഇപ്പോൾ ഉള്ള തലമുറയായ കുട്ടികളും പിള്ളേരും ഇതുപോലെ കാണിക്കണത്. വലിയവർ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിച്ചാണ് ഈ പിള്ളേരും ഇതിലേക്ക് പോകുന്നത്. അതുമല്ല, അവർക്ക് ഇത്തിരി പുല വലിക്കാനും എടുക്കാനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഇതൊന്നുമല്ല, ഇതിനപ്പുറമായി മാറും. അമ്മയെ അറസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ ഉള്ളവരെ നല്ലതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ സ്ത്രീ പറയുന്നുണ്ട്, സ്ത്രീ ഇതൊന്നും അറിഞ്ഞില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെയാണ്, അതൊക്കെ വെറുതെയാണ്. ഇവർ തന്നെയാണ് ഇതിന് വളം വെച്ച് കൊടുത്തത് ഈ മകന്. അല്ലെങ്കിൽ ആ മകൻ അവിടെ വരൂല. നിരന്തരം ഒരാളിങ്ങനെ കയറി വരുമ്പോൾ പിന്നെ പറഞ്ഞു വിലക്കൂലേ, എന്തിനാണ് വരണത്? ഇത് പലർക്കും സംശയം ഉണ്ടാക്കി. ഇവൻ നിരന്തരം ഇങ്ങനെ കയറി വന്നപ്പോൾ പലരും പറഞ്ഞു വിലക്കി എന്ന് പറയുന്നു. എന്നിട്ട് അവൻ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ അമ്മയാണ് ഇതിന് ഉത്തരവാദി. ആ അമ്മയെ അറസ്റ്റ് ചെയ്യണം.